ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX Mania. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന ഡിസൈൻസുകൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ 3D മോക്കപ്സുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് നമ്മളെ മോക്കപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. അത് നമ്മുടെ ഒരുപാട് വീഡിയോസുകളിലൂടെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ റിസോഴ്സസ് എന്നും അല്ലെങ്കിൽ യൂസ്ഫുൾ വെബ്സൈറ്റ്സ് എന്ന് പറയുന്ന ചില പ്ലേലിസ്റ്റുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള മനോഹരമായ പ്രൊഫഷണൽ ആയിട്ടുള്ള 3D മോക്കപ്സ് എങ്ങനെ ഫിഗ്മയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ഫിഗ്മയിലേക്ക് വരുന്നു. ഫിഗ്മയിൽ ഞാൻ വളരെ പെട്ടെന്നൊരു ഒരു സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഒരു മൊബൈൽ റെസൊല്യൂഷനിൽ. അപ്പം നമുക്ക് ഈ ഒരു സ്ക്രീനിനെ എങ്ങനെ വളരെ പെട്ടെന്ന് മോക്കപ്സ് ആക്കാം എന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലേ മോക്കപ്സ് 3D എന്ന് പറയുന്നൊരു പ്ലഗിൻ ആണ്. അപ്പോൾ ഈ പ്ലഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഫിഗ്മയിൽ പ്ലഗിൻ ഇടുന്നത് എങ്ങനെയാണ്, പ്ലഗിൻ വെച്ച് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്ലഗിൻ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ക്യാൻവാസിൽ വന്നതിന് ശേഷം ഇവിടെ ആയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രൗസ് പ്ലഗിൻസ് ഇൻ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലഗിൻസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഫിഗ്മയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും. അവിടെ ആയിട്ട് ഞാൻ വന്നിട്ട് ക്ലേ മോക്കപ്സ് 3D എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് അതിലെ ഫയൽസുകളും പ്ലഗിൻസുകളും ഒക്കെ ഇവിടെ തന്നെ കാണിക്കും. അതിൽ പ്ലഗിൻസ് എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്ലഗിൻസ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലേ മോക്കപ്സ് 3Dയുടെ ഒരു പ്ലഗിൻ കാണാം. അവിടെ നമ്മുടെ റൈറ്റ് ബട്ടണിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ ഒരു പ്ലഗിൻ നമ്മുടെ ഫിഗ്മയിലേക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ക്യാൻവാസിലായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്ലഗിൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലേ മോക്കപ്സ് 3D എന്ന് പറയുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞു. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്രീൻ നമുക്ക് ഇവിടെ വിസിബിൾ ആവും. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ നിന്നാണ് നമ്മളിവിടെ നമ്മുടെ 3D മോക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിഗ്മ വളരെ ഉപയോഗിച്ച് വലിയ ശീലമില്ലാത്ത ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള പ്ലഗിൻസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിനെ കുറിച്ചൊക്കെ കുറേ സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലഗിൻസുകൾ നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എനിവേ ഈ ഒരു പ്ലഗിൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഒരുപാട് സ്റ്റൈൽസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിവൈസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ iPhone 11 കിടക്കുന്നു. iPhone 11 കിടന്നതിന് ശേഷം നമുക്ക് ഓരോ പൊസിഷൻസുകൾ ഇവിടുന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. കണ്ടോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൗസ് വെച്ച് തന്നെ ഇതുപോലെ ഇഷ്ടമുള്ള ആംഗിളിലേക്ക് ഇതിനെ മാറ്റാനും വളയ്ക്കാനും തിരിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ഇമേജിനെ നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈനെ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടിടാം. ഇതിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിസൈൻ അവിടെ എത്തിക്കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ അതായത് എൻ്റെ ക്യാൻവാസിൽ നിന്ന് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് കൊണ്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ അത് അവിടെ ആ ഒരു മൊബൈലിനകത്തേക്ക് വന്നു കഴിഞ്ഞു. വന്നതിന് ശേഷവും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ തിരിക്കുകയോ കറക്കുകയോ നമ്മുടെ എങ്ങനെയാണോ നമുക്ക് ഏത് ആംഗിളാണ് വേണ്ടത് ആ ആംഗിളിലേക്ക് കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. പലതരത്തിലുള്ള ഡിവൈസുകളുടെ കളർ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സുകളൊക്കെ അവർ തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ആംഗിളും എല്ലാം സെറ്റ് ചെയ്ത് ഡിവൈസ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഇവിടെ ആയിട്ട് ബട്ടൺ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു സെറ്റിംഗ്സിനകത്ത് എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുന്ന ലോ, മീഡിയം, ഹൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹൈ ആക്കിയതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി മോക്കപ്സ് ഡൗൺലോഡ് ചെയ്യാം. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ക്ലേ മോക്കപ്സ് 3D എന്ന് പറയുന്ന പ്ലഗിൻ നിങ്ങളെ ഇതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പ്ലഗിനും കൂടെ ഒന്ന് പരിചയപ്പെടാം. അതും നിങ്ങളെ ഇത്തരത്തിൽ തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്ലഗിൻസുകൾ ഒന്ന് പ്ലേ ചെയ്യുന്നതാണ് ഒന്നും കൂടെ ഉദ്ദേശിച്ചത്. കാര്യം ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ഫിഗ്മ അത്ര ഒരു പോപ്പുലറായിട്ട് എത്താത്ത ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള പ്ലഗിൻസുകളെ കുറിച്ചൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ മാറ്റാനും കൂടെയാണ് നമ്മളിങ്ങനെ ഒരു പ്ലഗിനെ കുറിച്ച് സംസാരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതേ പർപ്പസുള്ള മറ്റൊരു പ്ലഗിനെ കുറിച്ച് പറയുന്നു. അതാണ് Vectary 3D Elements എന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിവിടെ റൈറ്റ് സൈഡിൽ വന്ന് പ്ലഗിൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു Vectary 3D Elements എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു പേര് നിങ്ങളുടെ പ്ലഗിൻസിൽ സെർച്ച് ചെയ്തുകൊണ്ട് അതെടുക്കാവുന്നതാണ്. എനിവേ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് അതിവിടെ വന്നു. അപ്പോൾ അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. അതും വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. കുറച്ചും കൂടെ 3D ലെവലിലേക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള കുറച്ച് 3D ഗ്രാഫിക്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലഗിനാണിത്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ തരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്യാം. അതിൻ്റെ ഷാഡോ എഫക്റ്റുകളൊക്കെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ പ്രൊഫഷണലായ രീതിയിലാണ് ഷാഡോസുകളും മറ്റുമൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഒരു 3D സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് പോലെ തന്നെ
അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്പുകൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്പുകൾ ഇവിടെ നിന്ന് എടുക്കാം. നിങ്ങൾക്ക് ഒരു ഫോണിന് ഇങ്ങനെ കയ്യിൽ ഹാൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതലത്തിലിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പോലെ, അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതുപോലെ 3D ആയിട്ട് നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഇതിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ലോഡ് ഫ്രെയിം എന്നുള്ള ഈ ഒരു ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ക്രീനിൽ ചെയ്തിരിക്കുന്ന ആ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ക്രീനിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സ്ക്രീനിൽ നിന്ന് അതേ ഒരു ലേഔട്ട് ഇതിലേക്ക് വരുന്നു. അതൊന്ന് വീണ്ടും നമ്മളതിനെ ഒരു ഷേപ്പ് നമുക്ക് അതനുസരിച്ച് നമ്മുടെ പർപ്പസ് അനുസരിച്ച് കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൗസ് വെച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇതിനെ വലുതാക്കാം, ചെറുതാക്കാം, അങ്ങനെ ഏത് പർപ്പസിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ആക്കാം. ഇതിൻ്റെ 3D ലൈറ്റിങ്ങും എഫക്റ്റും ഒക്കെ അതിനകത്ത് കിടലായിട്ട് നല്ലപോലെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് താഴെ റൈറ്റ് ലെഫ്റ്റ് വന്നിട്ട് എക്സ്പോർട്ട് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റെസൊല്യൂഷനിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകം ഇത്തരത്തിലുള്ള UI ഡിസൈൻസുകളായ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിനെ നിങ്ങൾക്ക് 3D മോക്കപ്സ് ആക്കാൻ പറ്റും. അത് 3D മോക്കപ്സ് ആക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസൈൻസുകൾ നിങ്ങൾ എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. ഒരിക്കലും ജസ്റ്റ് ഡിസൈൻ്റെ JPG ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് ഇടുന്നത് ഒഴിവാക്കുക. കാര്യം ഇത്തരത്തിലുള്ള 3D മോക്കപ്സുകൾ നമ്മുടെ ഡിസൈൻസിന് കുറച്ചും കൂടെ ഒരു ഫീല് തരും. അത് നമ്മുടെ ഡിസൈൻസിന് നല്ലൊരു ഇംപ്രഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പ്ലഗിൻസുകൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയുള്ളെങ്കിലും ഇതുപോലെ ഒരുപാട് പ്ലഗിൻസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കണ്ടെത്തി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മോക്കപ്സുകൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ എനിവേ ഈ 2 മോക്കപ്സ് ചെയ്യുന്ന പ്ലഗിൻസുകളും നിങ്ങളുടെ ഫിഗ്മയിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മോക്കപ്പ് മേക്കിംഗ് വളരെ ഈസി ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.